ഞാനൊരു 38 വയസ്സുണ്ട് എനിക്ക്. ഓക്കെ. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഉണ്ടാവും, സാധാരണയാണ്, പറഞ്ഞോളൂ. അത് നിങ്ങൾക്കുണ്ടായിരുന്നോ? എനിക്ക് 3 എണ്ണം. ആണല്ലേ? അതെ, രണ്ടാമത്തെ പൊക്കിയപ്പോഴാണ് ഞാൻ മൂന്നാമത്തേലേക്ക് തിരിഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നു. ആണല്ലേ? അപ്പം മേഡത്തിന്റെ ഈ വിവാഹത്തിന്റെ വീഡിയോസ് ഒത്തിരി ഞാൻ കണ്ടു. അപ്പം മുതലേ എനിക്കൊരാഗ്രഹം ഒന്ന് കല്യാണം കഴിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. കാര്യം ഞാൻ രാഹുലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അങ്ങനെ ഞാൻ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് നല്ലൊരു ആരാധനയുണ്ട്. അപ്പൊ മേഡം രാഹുലിന്റെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഓക്കെ. അല്ല, അദ്ദേഹത്തിന്റെ സിനിമ കണ്ടിട്ടുണ്ട്. ആണോ? അടിപൊളി പോലെ. അത് രാഹുൽ ഇപ്പൊ ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചത്, അദ്ദേഹത്തിന് നിങ്ങൾ ഈ വിവാഹത്തിന് ശേഷം ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് രാവിലെ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പറയാൻ പാടില്ല. പക്ഷെ എന്നാലും എന്റെ ഭർത്താവ് തിരികെ ഭയങ്കരത്തിൽ പ്രണയിക്കുന്ന ഒരു മനുഷ്യനാണ്. രാവിലെ ഞാൻ എണീക്കുമ്പോ ചായ എടുത്ത്. അല്ല മേഡം, ഞാനൊരു കാര്യം ചോദിച്ചു. മേഡം അതിന് മുമ്പ് അദ്ദേഹത്തിന് വേറെ പ്രേമം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അയ്യോ, അദ്ദേഹത്തിന്റെ 14ാമത്തെ പ്രണയമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രണയത്തിൽ എക്സ്പേർട്ട് ആയ ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് പുള്ളിക്കറിയാം. അതായത് രാവിലെ ചായ ഇട്ട് തരിക, ചെറിയ ചെറിയ നർമ്മ മുഹൂർത്തങ്ങൾ, നമ്മളെ കെയർ ചെയ്യുക, എന്തൊരു ചൊക്കടു എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. അല്ല, ഒരു മിനിറ്റ്, അനിൽകുമാറിന്റെ പ്രശ്നം എന്താണ്? മേഡം, ജലം അമൂല്യമാണെന്ന് രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറയുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ അദ്ദേഹം ശംഖുമുഖത്ത് ബീച്ചിൽ നടക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്ന കാഴ്ച ഞാൻ കണ്ടു. കാര്യം നിങ്ങൾ ചേന കഴിയ വെള്ളം ബാത്റൂമിൽ വെച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്.